Hey guys, welcome back to our YouTube channel. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തംബ്നെയിലും ക്യാപ്ഷനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളിന്ന് വജൈനൽ ഹെൽത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിന് മുന്നേ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസ്, സജഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളിൽ കാര്യങ്ങൾ കൺവേ ചെയ്യുന്നത്, നിങ്ങളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓക്കെ, കൂടുതൽ കലപിലമാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചിലപ്പോൾ കുറച്ച് ലെങ്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളെല്ലാം ഒരു കപ്പ് കോഫി ടീ എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് വരും, നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ വജൈനൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും. ഇപ്പോൾ വജൈനൽ ഡിസ്ചാർജ്, പിന്നെ അതിൻ്റെ സ്മെല്ല്, അതിലുണ്ടാകുന്ന ഹെയർ, പിന്നെ ഡാർക്ക്നെസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും വജൈനൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേനും. അപ്പം ഫസ്റ്റ് നമുക്ക് എന്താണ് വജൈന എന്ന് പറയും. വജൈന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫീമെയിൽ ജെനിറ്റൽ ഓർഗനാണ് വജൈന. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. വജൈനയിൽ മെയിനായിട്ട് 2 ഹോളാണ് ഉള്ളത്. ഒന്ന് യൂറിൻ പാസ് ചെയ്യാനുള്ളത്, പിന്നെ ഒന്ന് നമ്മുടെ 3 ഫങ്ഷൻസ് ചെയ്യുന്ന ഒരു ഹോൾ. ഫസ്റ്റത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ടൈമിൽ ഈ ടിഷ്യൂസ്, ഓവം അതൊക്കെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഫസ്റ്റത്തത്. രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ചൈൽഡ് ബർത്ത്, കുട്ടീകളെ പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻ. മൂന്നാമത്തെന്ന് പറയുന്നത് സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, പെനട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ആ സെക്കൻഡ് ഹോളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വജൈനയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. വജൈനൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കുക. ഫസ്റ്റത്തെ പ്രോബ്ലമാണ് ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് ഇൻഫെക്ഷൻ വജൈനയിൽ ഉണ്ടാകുന്നത്. ഫസ്റ്റത്തേതെന്ന് പറയുമ്പോഴത്തേനും ഈ നമ്മുടെ ഈസ്റ്റ് ഇൻഫെക്ഷൻ. അതിന് മുന്നേ പറയട്ടെ, നമ്മുടെ വജൈനയിൽ ഈ ഫംഗസും ബാക്ടീരിയയും കൂടിയിട്ട് ഒരു ബാലൻസിൽ അങ്ങനെ ജീവിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യം നോക്കി അവിടെ അങ്ങനെ ജീവിച്ചു പോകുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ വജൈനൽ ഹെൽത്തിന് അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിലെന്തെങ്കിലും ഒരു എന്താണ് പറയുന്നത്, അവർ തമ്മിലുള്ള ബാലൻസിന് എന്തെങ്കിലും ചെറിയൊരു ഈ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോഴത്തേനുമാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ പല കാരണങ്ങളുണ്ട് തന്നെ ഈ നമ്മുടെ വജൈനയിൽ ബാക്ടീരിയാസ് നശിച്ചു പോകും. ബാക്ടീരിയാസ് നശിച്ചു പോകുമ്പോഴത്തേനും എന്താ പറ്റുന്നത്, ഈ ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടും. നമ്മുടെ വജൈനയിലുള്ള ഫംഗസാണ് കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രോത്ത് കൂടുമ്പോഴത്തേനും നമുക്കവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകും. നമുക്ക് എങ്ങനെയാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്, അതായത് ഈ ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടി ആകുമ്പോഴാണ് അവിടെ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അപ്പോൾ നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര സ്മെല്ലി ഒന്നുമല്ല, നോർമൽ ഡിസ്ചാർജ് തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഈ പനീർ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്യുമ്പോഴത്തേനും എന്തായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസി, അതുപോലെ ആയിരിക്കും നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ വജൈനൽ ഡിസ്ചാർജിൻ്റെ കൺസിസ്റ്റൻസി, ആ ഒരു കളർ, ടെക്സ്ചർ എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ നമ്മുടെ ആ വജൈനൽ ഏരിയയിൽ എപ്പോഴും ഭയങ്കര ഒരു എരിച്ചിൽ, ചൊറിച്ചിൽ, ഭയങ്കര റെഡ്നെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ വജൈനൽ ഡിസ്ചാർജിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്? അതിൽ ഒന്നാമത്തെ മെയിൻ കാരണമാണ് നമ്മുടെ അൺഹൈജീനിക് ആയിട്ടുള്ള റൂട്ടീൻ. അതായത് നമ്മളിപ്പം അൺഹൈജീനിക് ആയിട്ടുള്ള റൂട്ടീൻ, ഇപ്പോൾ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ വാഷ് ചെയ്തിട്ട് ആ നനവോട് കൂടെ തന്നെ നമ്മൾ പാൻറ്റീസ് ഇട്ടിട്ട് പോവാണ്. മിക്ക ആൾക്കാരും ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു ഏരിയ ഭയങ്കര ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യണം. വെറ്റായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫംഗൽ ഗ്രോത്ത് കൂടുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്താൽ തന്നെ പകുതി പ്രശ്നവും തീരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും യൂറിൻ പാസ് ചെയ്തിട്ടായാലും കുളിച്ചിട്ടായാലും എപ്പോഴും ആ ഒരു ഏരിയ ഭയങ്കര ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ കോഴ്സാണ് നമ്മുടെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ്. അത് ചെയ്യുമ്പോഴത്തേനും ആ ഒരു ടൈമിൽ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് അല്ലേ, അത് എടുക്കുമ്പോഴത്തേനും എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ അവിടെയുള്ള ബാക്ടീരിയസ് നശിച്ചു പോകും. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസ് ആണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ അത് നശിച്ചു പോവുകയും ഈ ഫംഗസിൻ്റെ ഗ്രോത്ത് കൂടുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ ഓറൽ കോൺട്രസെപ്റ്റീവ്സ്, അതായത് ബർത്ത് കൺട്രോളിങ് പിൽസ് ഒക്കെ എടുക്കുമ്പോഴത്തേനും നമുക്ക് ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലും അവിടുത്തെ ആ ഒരു ബാലൻസ് നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലും ഇതൊക്കെയാണ് നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഇപ്പം മെഡിസിൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ ഡോക്ടറൊന്നുമല്ല. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. വീട്ടിൽ ചെയ്യാൻ പറ്റുക എന്നാലും നമ്മൾ
നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വജൈനൽ ഏരിയ എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഒരു ഹാബിറ്റാക്കി മാറ്റേണ്ട ഒരു സ്വഭാവമാണ് ആ ഒരു ഏരിയ ഭയങ്കര ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേനും പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഒരുപാട് വെള്ളം കുടിക്കുക, കുറേ വെള്ളം കുടിക്കുക. കുറേ വെള്ളം കുടിക്കുമ്പോഴത്തേനും എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകും. അപ്പം ഇത് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷുഗർ കൺട്രോൾ ചെയ്യുക. പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക്സ് എടുക്കുക, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർവെയർസ് കോട്ടൺ അണ്ടർവെയർസ് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നു അത്രയും നമ്മുടെ വജൈനൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും. അതുപോലെ രാത്രി കിടക്കുന്ന ടൈമിൽ ഭയങ്കര ലൂസായിട്ടുള്ള ഇന്നർവെയർസ് ഇടുക. ഇന്നർവെയർസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് ഫ്രീ ആയിട്ടിരിക്കട്ടെ, നമ്മുടെ വജൈന ബ്രീത്ത് ചെയ്യട്ടെ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ആ ഒരു ഏരിയയിൽ കുറച്ച് സ്മെല്ലി ആയിട്ടിരിക്കട്ടെ എന്നൊക്കെ കരുതിയിട്ട് പെർഫ്യൂംസ് ഒക്കെ അടിക്കുന്നവർ, പെർഫ്യൂംഡ് ആയിട്ടുള്ള പാക്സ് ടാമ്പൂൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ യൂസ് ചെയ്യരുത്. അത് നമ്മുടെ വജൈനൽ ഹെൽത്ത് ഭയങ്കര മോശമാക്കത്തേ ഉള്ളൂ. അപ്പോൾ നോർമലായിട്ടിരിക്കുക. വാഷ് ചെയ്യണമെങ്കിൽ തന്നെ സോപ്പ് ഉപയോഗിച്ച് ഭയങ്കര സെൻറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ്സ് ഉപയോഗിച്ച് ഒന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വജൈന വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം മാത്രം മതി. വാഷ് ചെയ്യുക, ഡ്രൈ ചെയ്യുക, അതങ്ങനെ ലീവ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് മൈൽഡായിട്ടുള്ള സോപ്സ് യൂസ് ചെയ്യാം, അധികം ഫ്രേഗ്രൻസ് ഒന്നും യൂസ് ചെയ്യാത്തത്. പക്ഷേ അതിനെക്കാട്ടിലും ബെറ്റർ ചെറിയ ചൂടുവെള്ളം വെള്ളിച്ച് കഴിയാൻ മാത്രം മതി. അപ്പോൾ ഇതാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻഫെക്ഷനാണ് ബാക്ടീരിയൽ വജൈനോസിസ്. ആക്ച്വലി ഈസ്റ്റ് ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അതായത് ക്യൂർ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. എളുപ്പമെന്ന് വെച്ചാൽ അതിനേക്കാൾ സിമ്പിളാണ്, കുറച്ചുകൂടെ സിമ്പിളാണ്. പക്ഷേ ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടഫായിട്ടുള്ള കാര്യമാണ്. ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. ബാക്ടീരിയൽ വജൈനോസിസ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വജൈന എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. അത് ഈ ഫിഷി കൈൻഡ് ഓഫ് സ്മെല്ല്, പിന്നെ ഉള്ളി, ഗാർലിക്ക്, അതിൻ്റെ ഒരുമാരത്തൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വജൈനയിൽ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മുടെ ഡിസ്ചാർജ് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഗ്രേ, ഗ്രീൻ, ഓഫ് വൈറ്റ് അങ്ങനത്തെ ഒരു കളറിലായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ബാക്ടീരിയൽ വജൈനോസിസ് ആണെന്ന്. അത് അവിടെയുള്ള ബാക്ടീരിയൻ്റെ ഗ്രോത്ത് കൂടും. അപ്പം ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ടീരിയൽ വജൈനോസിസ് ആണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ബാക്ടീരിയൽ വജൈനോസിസ് ഉണ്ടാകുന്നത്? ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അൺഹൈജീനിക് ആയിട്ട് ഉണ്ടാകുന്ന സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണ്. ഇത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. വൺ ഓഫ് ദ റീസൺസ് ആയിട്ട് നമുക്ക് ഹോർമോണൽ ഇംബാലൻസ് പറയാം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഇതും പറയാം. പക്ഷെ മെയിനായിട്ട് ഉണ്ടാകുന്ന റീസൺ, ഇതുണ്ടാക്കുന്ന റീസൺ എന്ന് പറയുന്നത് ഹൈജീനിക് ആയിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സാണ്. ഇതിൽ മെയിനായിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഭയങ്കര ഹൈജീനിക് ആയിട്ട് എന്നാൽ തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ ഈ ബാക്ടീരിയൽ വജൈനോസിസ് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? സെക്ഷലി ഭയങ്കര ഹൈജീനിക് ആയിട്ടിരിക്കുക, അതായത് മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ്, അതുപോലെ അൺഹൈജീനിക് ആയിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഏനസും വജൈനയായിട്ടുള്ള കോണ്ടാക്റ്റ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം കോട്ടൺ അണ്ടർവെയർസും ഭയങ്കര ലൂസായിട്ടുള്ള അണ്ടർവെയർസ് യൂസ് ചെയ്യുക. നൈറ്റ് ടൈമിൽ അണ്ടർവെയർസ് ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ അതായത് നമ്മുടെ വജൈന കുറച്ച് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ലൂസായിട്ടുള്ള ഇന്നർവെയർസ് ഇടുക. ഇതാണ് നമ്മുടെ ബാക്ടീരിയൽ വജൈനോസിസ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇപ്പം ഇത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള ആൾക്കാരാണ്, എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക, ടെസ്റ്റ് നടത്തുക. അതുപോലെ അവർ തരുന്ന മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. മെഡിസിൻസ് ഒന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഡോക്ടറൊന്നുമല്ല. നമ്മുടെ വജൈനയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ നെക്സ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു ഇതാണ് അവിടെ ഉണ്ടാകുന്ന ഡാർക്ക്നെസ്. ആക്ച്വലി വജൈനൻ്റെ ഏരിയ കുറച്ച് ഡാർക്കായിരിക്കും. അത് എല്ലാവർക്കും ഡാർക്കായിരിക്കും. നമ്മൾ ഫിലിം സ്റ്റാർസിനെയൊക്കെ കാണുന്ന പോലെയൊന്നുമല്ല. അവർ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടാണ് അവരുടെ സ്കിൻ ഭയങ്കര ഈവൻ ആയിട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരുടെയും വജൈന ഏരിയ എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്കായിട്ടാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഓവറായിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവിടെ എപ്പോഴും സ്വെറ്റിയാണ്, എപ്പോഴും കവേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ സ്വെറ്റ് കൂടുതലുണ്ടാവും, ഫ്രിക്ഷൻ ഉണ്ടാവും. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഓടുമ്പോഴൊക്കെ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോഴത്തേനും അവിടെ ഓവറായിട്ട് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ആ ഏരിയ മാത്രം കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. ഇത് മാറ്റാൻ വേണ്ടി കുറേ ക്രീംസ്, കുറേ കെമിക്കൽസ് ഒക്കെ വലിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് നമ്മുടെ വജൈനൽ ഹെൽത്ത്
വേഴ്സ് ആകത്തേ ഉള്ളൂ. അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഭയങ്കര ഡാർക്ക്നെസ് ഭയങ്കര കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ യൂസ് ചെയ്യാം, ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ക്രീം യൂസ് ചെയ്യാം. പക്ഷേ ആ വൾവ ഏരിയയിലൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഇന്നർ തൈസിൻ്റെ ആ ഒരു ഏരിയയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വൾവ ഏരിയ എപ്പോഴും എന്തെങ്കിലും പ്രോഡക്റ്റ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ എല്ലാവർക്കും കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ് അവിടെ ഉണ്ടാകുന്ന ഹെയർ ഗ്രോ. ആക്ച്വലി നമ്മുടെ ഓരോ ബോഡി പാർട്സിലും ഹെയർ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതിൽ ഓരോരോ ഫങ്ഷൻസ് ഉണ്ടാകും. ഇപ്പം നമ്മുടെ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അതായത് ഫോറിൻ ബോഡീസ് ഉള്ളിലോട്ട് പോകാണ്ടിരിക്കാനും ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെയർ ഗ്രോത്ത് ഉള്ളത്. പക്ഷേ നമുക്ക് പലർക്കും അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് എസ്പെഷ്യലി ഈ പീരീഡ്സിൻ്റെ ടൈം അവിടെ ഹെയർ ഉണ്ടെങ്കിൽ. അപ്പം നമ്മുടെ അവിടുത്തെ ഹെയർ ഇപ്പം ഹെയർ ഉള്ളത് അങ്ങനെ ഭയങ്കര പ്രശ്നക്കാരല്ലാത്ത ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടല്ല, ഹെയർ ഗ്രോത്ത് ഡിസ്കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മുടെ അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യാൻ കുറേ വഴികളുണ്ട്. അതായത് ഹെയർ റിമൂവൽ ക്രീമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ആ ഏരിയയിൽ യൂസ് ചെയ്ത് നമ്മുടെ ബോഡി പാർട്സ് കയ്യിൽ കാലിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ജെനിറ്റൽ ഏരിയയിൽ അങ്ങനത്തെ ക്രീംസ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഹെയർ റിമൂവ് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രിം ചെയ്യാന്നുള്ളതാണ്. ട്രിം ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്കവിടെ ഇറിറ്റേഷൻസ്, ഇൻഫ്ലമേഷൻസ്, ഇൻഗ്രോൺ ഹെയർസ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം ട്രിം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ വേറെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഷേവ് ചെയ്യുക, വാക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പം ആ ഒരു ടൈമിൽ ഇൻഗ്രോൺ ഹെയർസ് ഉണ്ടാവാനും ഇറിറ്റേഷൻസ്, ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഷേവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വാക്സ് ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ ആ ഒരു ഏരിയ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. കെമിക്കൽസ് ഒന്നും വെച്ച് സ്ക്രബ് ചെയ്യരുത്. ഏതെങ്കിലും ഓർഗാനിക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക, അതിനുശേഷം ഷേവ് ചെയ്യുക. എപ്പോഴും ഹെയർ ഗ്രോത്തിൻ്റെ ഡിറക്ഷനിലോട്ട് ഷേവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ, ഫ്രേഗ്രൻസ് ഫ്രീ, ഭയങ്കര ഹാഷ് കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇറിറ്റേഷൻസ്, മറ്റേ ടൈനി പംസ് അങ്ങനെയൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 6 hours കൂടുമ്പോഴത്തേനും പാഡ്സ് റിമൂവ് ചെയ്യുക. ആ ഒരു ഏരിയ ചെറിയ ചൂടുവെള്ളം വെച്ച് വാഷ് ചെയ്യുക. ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം പുതിയ പാഡ് വെക്കുക, അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇപ്പം മെൻസ്ട്രൽ കപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വജൈനൽ ഹെൽത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഭയങ്കര യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.